ജോയിച്ചേട്ടൻ നോക്കിയപ്പോൾ പണ്ട് ജോയിച്ചേട്ടൻ എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന ജോയിച്ചേട്ടൻ അനിയനെ പോലെ ഒരാളായിരുന്നു ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തിരക്ക് കൂടി, അവൈലബിലിറ്റി കുറഞ്ഞു. കാരണം എനിക്കും ജീവിക്കണം, കാരണം നമ്മൾ ഒന്നുമില്ലായ്മ കിടക്കുകയല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യലി മെച്ചം ഉണ്ടാവണമെങ്കിൽ അപ്പം പെട്ടെന്ന് പോയി ഒരു സിനിമ ജോയിച്ചേട്ടൻ്റെ ഒപ്പം ഡയറക്ഷൻ ചെയ്തിട്ട് കാര്യം തിരക്ക് മനസ്സിലാക്കിയിട്ട് ഒരാൾ ബ്ലോക്ക് ചെയ്യോ ഫോണിൽ? അല്ല, അത് ജോയിച്ചേട്ടൻ എന്നെന്നല്ല, അതെല്ലാവരും ബ്ലോക്ക് ചെയ്യും. അത് പ്രശാന്ത് അലക്സാണ്ടർ അടുത്ത് പറയുന്നുണ്ട്. പടത്തിൽ ഇവർ വലിയ സുഹൃത്തുക്കളാണ്, ഭയങ്കര വർഷങ്ങളുടെ സുഹൃത്തുക്കളാണ്. എന്താണ് പറഞ്ഞപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തത്? അതെന്ന് പറഞ്ഞാൽ ഈ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ഇനി നമ്മൾ പറയും, അത് ഞങ്ങൾ വഴക്കുണ്ടാക്കി ബ്ലോക്ക് ചെയ്തൊന്നുമല്ല. അതായത് അന്ന് ആ സിനിമയുടെ പിന്നണിയിൽ പുള്ളി അനുഭവിക്കുന്ന കുറേ മാനസിക പ്രശ്നങ്ങളുണ്ട്, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും കോടിക്കണക്കിന് രൂപയും ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. പലരെയും വെല്ലുവിളിച്ചിട്ടൊക്കെ, കാര്യം ഒരു നടൻ എന്ന നിലയിൽ ഒരുപാട് വർക്കുകളും അവസരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോയി സംവിധാനമാവാൻ പോകുന്നു. അതും സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ട് വല്ലതാണ്, സാധാരണ ജൂനിയേഴ്സിനെയൊക്കെ വെച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പം അതിനകത്ത് റിസ്ക് കൂടി, ബഡ്ജറ്റ് കൂടുന്നു, ഉദ്ദേശിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പം നമ്മൾ ഉപദേശ രൂപേണയൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പം പുള്ളിക്ക് അതൊന്നും ആ സമയത്ത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. അപ്പോൾ ഇനി ഇവന്മാരുടെ ഒരു ഉപദേശം കേൾക്കേണ്ട, ഈ പരിപാടി ഞാൻ തീർത്തിട്ടുള്ള ബാക്കി കാര്യമൊന്നും കരുതി തൽക്കാലം ചെയ്തു.